ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പൊട്ടൻ ഈ പാർട്ടിയെ നശിപ്പിക്കുമെന്ന് AK ആൻ്റണിയോട് പറഞ്ഞിട്ട് കോൺഗ്രസിൽ നിന്ന് വിട്ട ആളാണ് സാറെന്ന് എന്നോട് ഒരിക്കൽ പറഞ്ഞു. അതെ ശരിയല്ലേ? നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും ഒരു ഭീമാബദ്ധം കാണിച്ചിരിക്കുന്നു. ഇന്ന് പാർലമെൻറ്റിൻ്റെ മഗർദ്വാറിൽ കോൺഗ്രസ് MPമാർ ധർണ നടത്തുകയാണ്. അപ്പോൾ നവനീത് സിംഗ് ബിട്ടു എന്ന് പറയുന്ന സിഖുകാരനായ റെയിൽവേ സഹമന്ത്രി നടന്നു പോകുന്നു. അയാളുടെ മുത്തശ്ശൻ കോൺഗ്രസിന്റെ പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്നു ബിയാൻ സിംഗ്. തീവ്രവാദത്തിനും എതിരെ വലിയ നിലപാടെടുത്തതിന് ഇയാളെ ബാബർ ഖൽസയുടെ പ്രവർത്തകർ ബോംബ് വെച്ച് കൊന്നതാണ്. മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രിയെ ബോംബ് വെച്ച് തീവ്രവാദികൾ കൊന്നതാണ്. അദ്ദേഹത്തിന്റെ ചെറുമകനായ നവനീത് സിംഗ് ബിട്ടു നടന്നു വരുമ്പോൾ രാഹുൽ ഒറ്റ കമന്റ്, ഇതാ പോണു ഒരു രാജ്യദ്രോഹി, ചതിയൻ, ഇവൻ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പാർട്ടിയിലേക്ക് വരും എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ, ഈ ചെറുപ്പക്കാരനെ ഈ കേന്ദ്രമന്ത്രി ആക്ഷേപിച്ചു. പാർലമെൻറ്റിനകത്തല്ല, പുറത്ത് വെച്ച് ഇയാളുടെ ഇൻടോളറൻസ് ആണ്. പക്ഷേ തിരിഞ്ഞു നിന്നിട്ട് ബിട്ടു പറഞ്ഞു, ഇയാൾ എന്നെ ചതിയെന്ന് വിളിച്ചല്ലേ, പക്ഷെ നീ ഒന്നാം തരം രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് മറുപടിയില്ല എന്ന് പറയും. മാത്രമല്ല, ഒരു രാജ്യദ്രോഹിയുടെ കൂടെ വന്ന് ഒരു കാലത്തും ഞാൻ കൈ കൊടുക്കുന്ന പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതപ്പോൾ വലിയ വികാരമായിരിക്കുകയാണ് സിഖുകാർക്കിടയിൽ. സിഖുകാരനായ, രാജ്യത്തിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിരിക്കുന്ന സിഖ് സമുദായത്തിൽപ്പെട്ട ഒരാളെ ചതിയൻ എന്ന് വിളിച്ചത് സിഖ് സമുദായത്തെ ആക്ഷേപിച്ചതിന് തുല്യമാണ് എന്ന് അത് വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും രാഹുൽ പൊട്ടനാണെന്ന് തെളിയിക്കുകയാണോ? അല്ല, പൊട്ടനാണെന്നല്ല, അഹങ്കാരിയാണ്. പൊട്ടത്വം മാത്രമല്ല, വിഡ്ഢിത്തം മാത്രമല്ല, ആ അഹങ്കാരം വളരെ കൂടുതലാണ്. അതെന്താ കാര്യമെന്ന് വെച്ചാൽ, ഈ രാജ്യം ഞങ്ങളുടെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണെന്ന് ഈ വിഡ്ഢ്യാസുരൻ എങ്ങനെയോ ധരിച്ചു വശമായിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ നിന്നല്ല, ഒരു സംവിധാനത്തിലും ഒരു സ്ഥലത്തും ഒരു രാജ്യവും ഏതെങ്കിലും ഒരു വംശത്തിന് മാത്രമായിട്ടോ കുടുംബത്തിന് മാത്രമായിട്ടോ എഴുതി കൊടുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് രാജവംശങ്ങളുടെ ചരിത്രം പഠിക്കുന്നില്ലേ. ആ രാജവംശങ്ങൾ മുഴുവൻ നശിച്ചില്ലേ. മഹാഭാരതത്തിൽ രസകരമായ ഒരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ധർമ്മപുത്രർ വ്യാസനോട് ചോദിക്കും, ഞാൻ ഇത്രയും വലിയ ഇതാണല്ലോ, എന്നേക്കാൾ വലിയ രാജാക്കന്മാർ ഭൂമിയിൽ എത്ര പേരുണ്ടായിരുന്നു, അവർ ആരൊക്കെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ 16 രാജാക്കന്മാർ അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഓരോ രാജാവിൻ്റെയും ചക്രവർത്തിയുടെയും കഥ പറഞ്ഞിട്ട് അവസാനം ആ ചക്രവർത്തിയും ചത്തുപോയി എന്ന് പറയും. അങ്ങനെ എല്ലാ ചക്രവർത്തിമാരും ചാകും, നീയും ചാകും. അതുകൊണ്ട് നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ അഭിരമിക്കേണ്ടതില്ല എന്ന സന്ദേശവും കൂടി വ്യാസൻ കൊച്ചുമകന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് വേറെ, ഇയാൾക്ക് പിന്നെ ഇത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകില്ല. പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരാളും ഇല്ല. കാരണം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആര് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകില്ല. പിന്നെ ഇപ്പോഴത്തെ ഉപദേഷ്ടാവെന്ന് പറഞ്ഞാൽ KC വേണുഗോപാലാണ്. വേണുഗോപാൽ എന്ത് ഉപദേശിക്കും എന്നുള്ള കാര്യം എനിക്കും നിങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിപ്പോൾ വേണുഗോപാൽ പറയണ്ട, വേണുഗോപാൽ അത് പറയുന്നത് കൊണ്ട് കൂടിയാണ് വേണുഗോപാലിന് അവിടെ നിൽക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വിഡ്ഢ്യാസുരൻ ഇന്ത്യയുടെ ചരിത്രം അറിയില്ല, ഈ രാജ്യം എങ്ങനെയാണ് ഉണ്ടായതെന്നറിയില്ല, ഇതിൻ്റെ സംസ്കാരം എന്താണെന്നറിയില്ല, ഇവിടെ ഓരോ ജനവിഭാഗങ്ങളും ഈ രാജ്യത്തിന് നൽകിയിരിക്കുന്ന മഹത്തായ സംഭാവന എന്താണെന്നറിയില്ല. ഇതൊന്നും അറിയാതെ ഈ മഹാരാജ്യത്തിൻ്റെ രാജകുമാരനായിട്ട് ഇരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഈ 57-ാം വയസ്സിലും താൻ യൂത്താണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുവനാണ്. ഈ കോൺഗ്രസ് പാർട്ടി വിട്ടുപോകുന്നതിൽ ഖേദമുണ്ടോ സാറിന്? ഒട്ടുമില്ല, അല്പം പോലുമില്ല. കാരണം ഞാൻ പറയട്ടെ, ഞാൻ യൂത്ത് കോൺഗ്രസ്സുകാരനായിരുന്ന ഒരാളാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ്സുകാരനായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അന്നത്തെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരുവനെക്കുറിച്ച് സങ്കല്പിക്കാനേ സാധ്യമല്ല. ആ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് സങ്കല്പിക്കാൻ സാധ്യമല്ല. കാരണം അയാൾ വ്യഭിചാരി മാത്രമല്ല, മനോരോഗിയായ ഒരു റേപ്പിസ്റ്റാണ്, സീരിയൽ റേപ്പിസ്റ്റാണ്. മനോരോഗിയായ ഒരു സീരിയൽ റേപ്പിസ്റ്റിനാ ആനയും അമ്പാരിയും വെച്ചുകൊണ്ട് എല്ലാ ആർഭാടത്തോടും കൂടി ഒരു യുവജന സംഘടനയുടെ പ്രസിഡൻ്റാക്കി നിലനിർത്താൻ തീരുമാനിക്കുന്ന വിധത്തിൽ അധപ്പതിച്ച ഒരു പാർട്ടിയാണ് ഇന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും.
അവിടെ നിന്ന് വിട്ടുപോയത് എൻ്റെ മുജ്ജന്മ സുഹൃതം കൊണ്ടാണ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അല്ലെങ്കിൽ ഞാനും ഇത് സഹിക്കേണ്ടി വരില്ലേ? എന്തൊരു കഷ്ടമാണത്. അല്ല, ഈ സിഖുകാരോട് കോൺഗ്രസ്സുകാർക്ക് പണ്ടേ പകയാണ്. രാജീവ് ഗാന്ധിയുടെ മരണത്തിൽ, ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന ഒരു വലിയ കലാപമുണ്ട്. 3000-ഓളം സിഖുകാരെ കത്തിച്ചു കൊന്നു. അതിലിപ്പോൾ 2 പേര് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. അന്ന് തുടങ്ങി ആ സിഖുകാരോടുള്ള പക ഞങ്ങൾക്കില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഒരു പാവയെ പ്രധാനമന്ത്രിയാക്കിയത്. ഒരു പാവയെ. കാരണം ശരിക്കും പാവ നടക്കുന്ന രീതിയിലാണ് പുള്ളി നടന്നിരുന്നത്. നമ്മുടെ രജനീകാന്തിന്റെ സിനിമയില്ലേ യന്ത്രൻ നടക്കുന്ന പോലെ പുള്ളി അങ്ങനെ നടന്നിരുന്നതാണ്. ഇതുപോലെ ഒരു ഒബീഡിയൻ്റായ പ്രൈം മിനിസ്റ്റർ ലോക ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കിട്ടിയിട്ടില്ല. ഒബീഡിയൻറ്റ്. കാരണം എന്ത് പറഞ്ഞാലും യജമാനത്തി പറയുന്നത് എന്തോ അത് ചെയ്തു എന്ന് മാത്രമല്ല, അതാണല്ലോ യുവരാജാവ് പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെച്ചിട്ട് ബില്ല് കീറി അദ്ദേഹത്തിൻ്റെ മുഖത്തെറിഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അയാളുടെ വീട്ടിലാണ്. രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെ അടുക്കളക്കാരനല്ല. പക്ഷേ രാഹുൽ ഗാന്ധി കാണുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അയാളുടെ വീട്ടിലെ അടുക്കളക്കാരനാണെന്നാണ് അയാൾ കാണുന്നത്. കാരണം ഈ രാജ്യം തനിക്ക് അവകാശപ്പെട്ടതാണെന്നും അയാൾ കരുതുകയാണ്. അതിനു വേണ്ടിയിട്ടാണ്, അതിൽ എങ്ങനെയെങ്കിലും ഈ രാജ്യം തൻ്റേതാകണം എന്ന് കരുതിയിട്ടാണ് അയാൾ നടക്കുന്നത്. അയാൾ ഇതിന് നയിക്കുന്നത് ആരാണ്? നയിക്കുന്നത് ജോർജ് സോറസാണ്. ജോർജ് സോറസിനെ പോലെ ഒരു രാക്ഷസ ജന്മമാണ് അയാൾക്ക് വേണ്ട ഉപദേശം കൊടുക്കുന്നത്. കാരണം രാക്ഷസ ജന്മം എന്ന് ഞാൻ പറഞ്ഞത്, ജോർജ് സോറസ് നാശമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. നശിപ്പിച്ചുകൊണ്ട് തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം. വേറെ ഒരാളങ്ങനെ കാണാൻ കഴിയില്ല. ബുഡാപെസ്റ്റിലെ ഹംഗറിയുടെ തലസ്ഥാനമായ അല്ല, അത് മാത്രമല്ലെന്ന് എന്താണ് ബാങ്ക് ഓഫ് ലണ്ടൻ ഒറ്റ ആഴ്ച കൊണ്ട് പൊട്ടിച്ച് കൈ കൊടുത്തിട്ട് $10 ലക്ഷം 10 ലക്ഷം പൗണ്ടും പുള്ളി അതിൽ നിന്ന് സമ്പാദിച്ച് അവിടെ മുതൽ പിന്നെ ലോകത്തുള്ള ധനകാര്യ സ്ഥാപനങ്ങളാണ്, വലിയ കമ്പനികളാണ്, വലിയ രാജ്യങ്ങളാണ് ഒക്കെ നശിപ്പിച്ചുകൊണ്ട് കാശുണ്ടാക്കി അയാളുടെ അവസാനത്തെ ഇരയായിരുന്ന ബംഗ്ലാദേശ്. ഇന്ന് ആ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കണം. ആ രാജ്യം തകർന്ന്, അതിൻ്റെ സമ്പത്ത് തകർന്ന്, അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായി. അതിലും കാശുണ്ടാക്കിയ ഒരുത്തനാണ് ജോർജ് സോറസ്. ആ ജോർജ് സോറസിൻ്റെ കൊച്ചുമകനാണ്, വകയിലെ കൊച്ചുമകനാണ് രാഹുൽ ഗാന്ധി. ആ ജോർജ് സോറസിൽ നിന്ന് ഉപദേശം തേടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ അയാൾ 2 ദിവസമായിട്ട് വേറൊരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ. എന്താ നരവനയുടെ പ്രസിദ്ധീകരിക്കപ്പെടാത്ത പുസ്തകത്തിലെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി, പ്രസിദ്ധീകരിക്കപ്പെടാത്ത പുസ്തകത്തിലെ ഒരു ചാപ്റ്റർ സംഘടിപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പ്രസിദ്ധീകരിക്കപ്പെടാത്ത പുസ്തകം അൺഓഥൻറ്റിക്കാണ്. അൺഓഥൻറ്റിക്കായ ഒരു പുസ്തകത്തിലെ രേഖയെക്കുറിച്ച് പാർലമെൻറ്റിലോ അസംബ്ലിയിലോ ചർച്ച സാധ്യമല്ല. പ്രസിദ്ധീകരിച്ച പുസ്തകമാണെങ്കിൽ ആകാം. ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, എന്തു ചെയ്യും? പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തെക്കുറിച്ച് ചർച്ച വേണമെന്നാണ് പറയുന്നത്. അതിൻ്റെ പേരിലാണ് പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കഷ്ടമാണ്. പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുമ്പോൾ ഒരു മിനിറ്റിന് 2.5 ലക്ഷം രൂപയാണ് നഷ്ടം. അല്ല, ഇന്ന് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഇന്ന് മന്ത്രി രാജീവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ ചില നിയമങ്ങളുണ്ടായിരുന്നു. ആ നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയായിരുന്നത്. അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ഈ പ്രതിപക്ഷം മിണ്ടിയിട്ടില്ല എന്ന്. അതിലൊന്ന് എന്താണെന്ന് വെച്ചാൽ, ഒറ്റ വാസഗൃഹം മാത്രമുള്ളവരെ ഒഴിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന നിയമമാണ്. ഒരുപാട് പേർക്ക് ആശ്വാസം കൊടുക്കാവുന്നൊരു നിയമമാണ്. ആ നിയമത്തിൻ്റെ വകുപ്പുകൾ നോക്കിയിട്ട് അതിൻ്റെ ചർച്ചയിൽ എന്തെങ്കിലും ഈ പ്രതിപക്ഷം പറയണ്ടേ? അല്ല, പ്രതിപക്ഷം കഴിച്ച 10 വർഷമായിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? ഒരു ചർച്ചയും അനുവദിക്കുന്നില്ല. ഇന്ന് അതിനകത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞത് രാജീവാണെന്ന് എഴുതിയിട്ടത് മോശമാകില്ല. കാരണം പ്രതിപക്ഷ നേതാവിന് ഞാൻ എന്ന ഭാവമാണുള്ളതെന്ന്. ഒരു സിനിമാ പാട്ടുണ്ട് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ. ഞാൻ എന്ന ഭാവങ്ങളെ, പ്രാകൃത യുഗമുഖ ഭാവങ്ങളെ, തീരത്ത് മത്സരിച്ചു മരിക്കുന്നു തിരകളും നിങ്ങളും ഒരുപോലെ എന്ന്.
അങ്ങനെ ഈ സ്വന്തം ഈ അഹത്തിൽ മൂടി നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് എന്ന് പറഞ്ഞ്. കാരണം പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുന്നത് തന്നെ അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ പാർലമെന്റിൽ അല്ല, അസംബ്ലി ഇവിടുത്തെ കേരളത്തിൽ എഴുന്നേൽക്കുന്നത് തന്നെ രോഷാകുലനായിട്ടാണ്. മറ്റവിടെ രോഷമല്ല, അവിടെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഫലിതപ്രിയനായിട്ടോ അല്ലെങ്കിൽ ഒരു അപഹാസ്യ കഥാപാത്രമായിട്ടോ ആണ് ഇദ്ദേഹം മാറുന്നത്. ഇദ്ദേഹം എന്തെല്ലാം പറയും, എൻ്റെ മുത്തശ്ശനായിരുന്നു ഗാന്ധി എന്നും, അദ്ദേഹത്തെ അവിടെ നിന്ന് തള്ളി എവിടെ വെച്ചാണ് ലണ്ടനിൽ വെച്ച് അദ്ദേഹത്തെ തള്ളി പുറത്താക്കിയത് എൻ്റെ ഗ്രാൻഡ് ഫാദർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞത് ഉടൻ തന്നെ എടുത്തു വെക്കണമെന്ന്. ഒന്നാമത് ലണ്ടനിൽ നിന്ന് ഇങ്ങനെ ആക്കിയിട്ടില്ല. രണ്ടാമത് ഈ സംഭവം നടക്കുന്ന സന്ദർഭത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് 4 വയസ്സേ ഉള്ളൂ. 4 വയസ്സുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇത് ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തോരു ഏത് എമൗണ്ട് ബുദ്ധിശൂന്യത വേണം. പിന്നെ ഇനി കാലെടുത്ത് വെച്ച് അവിടെ നശിച്ചു പോകും. ബീഹാറിൽ അവിടെ മുഴുവൻ നടന്ന് ഇപ്പം ഞാൻ മലമറിക്കുമെന്നും പറഞ്ഞുകൊണ്ട് എന്ത് സംഭവിച്ചു? കംപ്ലീറ്റ് പോയി. കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലി ഇലക്ഷന് മുമ്പായിട്ട് ഇവിടെയൊക്കെ ഓടി കടന്ന് എന്ത് സംഭവിച്ചു? അതും പോയി. എവിടെ പോയാലും അവിടെയൊക്കെ തോറ്റുപോകും. അത് ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ക്യാരക്ടർ, ഇങ്ങനൊരു പൊളിറ്റിക്കലി നെഗറ്റീവ് ക്യാരക്ടറാണ് അദ്ദേഹം. ആ നെഗറ്റീവ് ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് ഈ നെഗറ്റിവിറ്റിയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും മോദിയെ ഇല്ലാതാക്കണമെന്ന് വരെ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് എന്തൊരു പരിതാപം. അതുകൊണ്ടാണ് ഈ ഒരു പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിന് എന്ത് ആധികാരികത, അതിൻ്റെ പേരിലാണ് ബഹളം ഉണ്ടാക്കി. ഞാൻ ചോദിക്കട്ടെ, പ്രസിദ്ധീകരിക്കാൻ ഞാനത് ഫൈനൽ കോപ്പി കൊടുക്കുമ്പോൾ ഞാനത് മാറ്റിയാൽ എന്ത് ചെയ്യും? അതെ, അത് മാത്രമല്ല സാറേ, ഇതിപ്പോൾ പാർലമെൻറ്റിനകത്ത് ചർച്ച നിൽക്കട്ടെ, പുറത്ത് ഇവർ ധർണ നടത്തുമ്പോൾ പാർലമെൻറ്റിലെ മറ്റൊരു MP ഒരു മന്ത്രി നടന്നു പോകുമ്പോൾ ചതിയ എന്നൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ആ ലെവൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏത് ലെവലിലേക്ക് വന്ന്? അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ കുടുംബം ഉണ്ടാക്കിയതാണ് അല്ലല്ലോ. ഇയാളുടെ കുടുംബം അതിൻ്റെ ബെനിഫിഷ്യറീസാണ്. അതെ അതെ. അവിടെ നിന്ന് അത് വെച്ച് അടിച്ചു മാറ്റാവുന്നതിൻ്റെ പരമാവധി ആയിരക്കണക്കിന് കോടി അടിച്ചു മാറ്റിയ ഒരു കുടുംബമാണ്. ഇന്ത്യയിലെ ജനങ്ങളെ വിറ്റുണ്ടാക്കിയ കാശ് കൊണ്ടാണ് അവർ സമ്പത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ എന്നിട്ടാണ് കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത്. കോൺഗ്രസിനെ കുറിച്ച് പറയാനോ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയാനോ ഇയാൾക്ക് എങ്ങനെ കഴിയും? ഇയാൾക്ക് കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാമോ? അറിയില്ലല്ലോ. പട്ടാഭി സീതാരാമയ്യ എഴുതിയിരിക്കുന്ന ചരിത്രം ഇയാൾ കണ്ടിട്ടുണ്ടാകുമോ? ആ പേര് പോലും അറിയില്ലായിരിക്കും. പട്ടാഭി സീതാരാമയ്യ എഴുതിയിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, കോൺഗ്രസ്സിൽ വലിയ കക്ഷികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്നറിയാമോ? ഇദ്ദേഹമാണ്. തമിഴ്നാട്ടിലുണ്ടായിരുന്ന കാമരാജ് നാടാരാണ്. എന്താ കാര്യമെന്നറിയാമോ? ദരിദ്രനായി ജനിച്ച് അധികാരത്തിൻ്റെ എല്ലാ സോപാനങ്ങളിലും കയറി ഇറങ്ങി ദരിദ്രനായി മരിക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. അതത്ര ചെറിയ കാര്യമല്ല. ഇതങ്ങനെയല്ല. ഇത് 100 രൂപ കൊടുത്തുകൊണ്ട് 10,000 രൂപ അടിച്ചു മാറ്റിയവരാണ് ഈ രാഹുൽ ഗാന്ധിയുടെ കുടുംബം. അത് മറക്കാതിരുന്നാൽ കൊള്ളാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.